നമസ്കാരം. കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു വമ്പൻ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞാൽ പ്രതിമാസം 3000 വീതം പെൻഷൻ ലഭിക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇതൊരു പങ്കാളിത്ത പെൻഷൻ പദ്ധതിയെ പോലെയാണ് നടപ്പിലാക്കുന്നത്. അതായത് ഗുണഭോക്താവ് ഈ പദ്ധതിയിലേക്ക് ഓരോ മാസവും ഒരു നിശ്ചിത തുക അടയ്ക്കണം. അതിനോട് തുല്യമായ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും. 60 വയസ്സ് മുതൽ പ്രതിമാസം 3000 രൂപ വീതം പെൻഷൻ ലഭിക്കും. ഈ പദ്ധതി രാജ്യത്തെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദിവസവേതന തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, വീട്ടുജോലിക്കാർ, ചെറുകിട വ്യാപാരികൾ, ഷോപ്പ് ഉടമകൾ, ഉന്തുവണ്ടി കച്ചവടക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരാം. എന്നാൽ PF പോലുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പദ്ധതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. പ്രായത്തിനനുസരിച്ച് മാസത്തുക വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് 18 വയസ്സിൽ ചേരുന്നവർ മാസം 55 രൂപ അടയ്ക്കണം. 29 വയസ്സിൽ ചേരുന്നവർ മാസം ഏകദേശം 100 രൂപ അടയ്ക്കണം. 40 വയസ്സിൽ ചേരുന്നവരാണെങ്കിൽ മാസം 200 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇതേ തുക തന്നെയാണ് കേന്ദ്ര സർക്കാരും ഗുണഭോക്താവിന്റെ പേരിൽ നിക്ഷേപിക്കുക. 200 രൂപ നിക്ഷേപിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും 200 രൂപ കൂടി നിക്ഷേപിക്കുന്നതായിരിക്കും. 40 വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരിക്കൽ ചേർന്നാൽ 60 വയസ്സ് വരെ കൃത്യമായി തുക അടയ്ക്കേണ്ടതുണ്ട്. 60 വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. പദ്ധതിയിൽ കുറച്ച് വർഷങ്ങൾ തുക അടച്ച ശേഷം തുടർന്നു പോകാൻ താല്പര്യമില്ലെങ്കിൽ ചില വ്യവസ്ഥകൾ പ്രകാരം നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുന്ന സംവിധാനവുമുണ്ട്. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ: ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, മൊബൈൽ നമ്പർ, നോമിനിയുടെ വിവരങ്ങൾ. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക് ഡെബിറ്റ് സംവിധാനം വഴി ഓരോ മാസവും തുക കിഴിവ് ചെയ്യും. രജിസ്റ്റർ ചെയ്തതിനു ശേഷം ലഭിക്കുന്ന രജിസ്ട്രേഷൻ ID സുരക്ഷിതമായി സൂക്ഷിക്കണം. ഇത് ഭാവിയിൽ ആവശ്യമായി വരാം. ഈ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ പദ്ധതികളുമായി ബന്ധമില്ലാത്തതാണ്. അതിനാൽ സംസ്ഥാന പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം നേടുന്നതിൽ തടസ്സമില്ല. അതായത് സംസ്ഥാന പെൻഷൻ 2000 രൂപയാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിക്ഷേപിക്കുമ്പോൾ 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് 3000 രൂപയും കൂടി ചേർത്ത് 5000 രൂപയായിട്ട് നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും. ഈ പദ്ധതി ദീർഘകാല സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഒരു നല്ല അവസരമാണ്. ചെറിയ തുകകൾ മാസം തോറും നിക്ഷേപിക്കുന്നതിലൂടെ ഭാവിയിൽ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാം. പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വയോജന കാലത്ത് സാമ്പത്തിക സുരക്ഷ കുറവായിരിക്കും. അത്തരത്തിൽ ഈ പദ്ധതി വലിയ സഹായമാകും. കൂടാതെ ദമ്പതികൾ ഇരുവരും യോഗ്യതയുള്ളവർ ആണെങ്കിൽ ഇരുവരും പദ്ധതിയിൽ ചേർന്ന് ഇരട്ട പെൻഷൻ ലഭ്യമാകാനും സാധിക്കും. ഒരു വ്യക്തി മരിച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് പെൻഷന്റെ ഒരു വിഹിതം തുടർന്ന് ലഭിക്കുന്നതിനുള്ള സൗകര്യവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളിൽ ചേർക്കുമ്പോൾ സ്ഥിരതയുള്ള സംഭരണം നിർബന്ധമാണെന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ തുക അടയ്ക്കാതെ ഒഴിവാക്കുന്നത് ഭാവിയിലെ ആനുകൂല്യങ്ങളെ ബാധിക്കാം. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സമീപത്തെ ലേബർ ഓഫീസ് അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ നാളുകളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവർ ചാനൽ ഫോളോ ചെയ്യുക. കൂടാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.